2015 ഡിസംബർ മാസം ഞാൻ അന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്നെക്കുറിച്ചുള്ള വിളി എൻ്റെ കണ്ണിന് മുമ്പിൽ വെളിവായി വന്നു. ഞാൻ ആ രാത്രിയിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ബിസിനസ് തുടങ്ങണം. അന്ന് എൻ്റെ അക്കൗണ്ടിൽ ആകെപ്പാടെ ഉള്ളത് ഒരു 2 രൂപയാണ്. അപ്പോൾ 2015 മുതൽ 2026 വരെയുള്ള നീണ്ട 10 വർഷങ്ങളിൽ കർത്താവ് നടത്തിയതും ഈ ചെങ്കടൽ വിഭജിച്ചതുപോലെയും പച്ചവെള്ളം വീഞ്ഞായതുപോലെയും 5 അപ്പം 5000 പേർക്ക് ഭക്ഷിപ്പാൻ കിട്ടിയതുപോലെയൊക്കെ ഒത്തിരി മിറക്കിൾസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ യാത്രകളിലൂടെ ഞാൻ പോവുകയാണ്. എങ്ങനെയാണ് ബിസിനസ് വളർന്നത്, എങ്ങനെയാണ് ബിസിനസ്സിൽ ചലഞ്ചസുകളെ ഫേസ് ചെയ്തത്, എങ്ങനെയാണ് ദൈവം വാതിലുകൾ തുറന്നതെന്നൊക്കെയുള്ളത്. അപ്പോൾ 2015 ഡിസംബർ മാസം എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻറ്റിൻ്റെ മാസമാണ്. ഞാൻ അന്ന് മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. നല്ല തണുപ്പൊക്കെയുള്ള മൂന്നാറിൽ ഈ ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പാണ്, എല്ലാവർക്കും അറിയാം. അവിടെ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് റെസിഡൻഷ്യൽ ക്യാമ്പസാണ് ഈ മൂന്നാർ കാറ്ററിംഗ് കോളേജ്. അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ അവിടെ തന്നെ താമസിക്കണം. വിദ്യാർത്ഥികൾ ഹോസ്റ്റലുണ്ട്, ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 5:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ സ്റ്റാഫ് റൂമിലെ ജോലി അല്ലെങ്കിൽ കോളേജിലെ ജോലിയൊക്കെ തീരും, പിന്നെ നമ്മൾ ഫ്രീ ആണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സമയം വായിക്കാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കിട്ടുമായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനപ്പോൾ ചർച്ചിൽ വർഷിപ്പ് ചെയ്യും. എനിക്ക് വലിയധികം പാടാനൊന്നും അറിയത്തില്ല, പക്ഷേ കൗണ്ടറൊക്കെ നല്ലപോലെ പറയും. അപ്പം അങ്ങനെ കൗണ്ടറൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ലോകരാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും, നമ്മൾ വാലല്ല തലയാകും, നമ്മൾ ലോകരാജ്യങ്ങളിൽ ക്രിസ് ക്രോസ് ചെയ്യും, പിന്നെ മഹാസമ്പന്നനായിത്തീരും, ദേശത്ത് ഉയർച്ച പ്രാപിക്കുന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് 15,000 രൂപയാണ് സാലറി. ഒരു പഴയ അപ്പാച്ചയുടെ ബൈക്കുമാണ് ആകെ മൂലധനമായിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടൊരിക്കലും രാജ്യങ്ങൾക്ക് വായ്പ, ഈ കിട്ടുന്ന 15,000 രൂപ സാലറി കൊണ്ട് രാജ്യങ്ങൾക്ക് പോയിട്ട് ഉള്ള കടം പോലും തീരുന്നില്ല. ദേശത്ത് അനുകരിക്കപ്പെടും എന്ന് പറയും. നമുക്കുള്ളത് ഒരു പഴയ അപ്പാച്ചയുടെ വൈറ്റ് കളറുള്ള ഒരു ബൈക്കും പിന്നെ ഒരു സ്കൂട്ടിയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവെ, കുറേ കാലമായിട്ട് ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ, അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നുകയാണ്, ബിസിനസ് തുടങ്ങാം. ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കൾ സാധാരണക്കാരായ കർഷകരാണ്. ബിസിനസ് പശ്ചാത്തലമുള്ള ആരും തന്നെ കുടുംബത്തിൽ ഇല്ല. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ വായനയും എഴുത്തും ഒക്കെയാണ് നമ്മുടെ ലോകം. ബിസിനസ്സുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. അങ്ങനെയുള്ള എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ്, ബിസിനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, അതിനും ബിസിനസ് ഒരു പശ്ചാത്തലവും നമുക്കില്ല. പക്ഷെ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഇന്ന് എനിക്ക് തിരിച്ചറിയാം, ബൈബിളിലൊരു വാക്യമുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനാൽ അത് നമുക്ക് വെളിവായി വന്നുമിരിക്കുന്നു. ഞാൻ ആ വാക്യത്തെ തിരിച്ചിട്ടാൽ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി നമുക്ക് എന്നാണെന്നറിയത്തില്ല. ദ മൊമെൻറ്റ് വി ഫീൽഡ് ഇൻ ദ സ്പിരിറ്റ്, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് അത് വെളിവായി വരുന്നത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയായിരുന്നു ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്നെക്കുറിച്ചുള്ള വിളി എൻ്റെ കണ്ണിന് മുമ്പിൽ വെളിവായി വന്നു. അതെന്താ? ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ രാത്രിയിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ബിസിനസ് തുടങ്ങാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ കട്ടപ്പന ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ ആകെപ്പാടെ ഉള്ളത് ഒരു 2 രൂപയാണ്. വെറും 2 രൂപ. 2000 അല്ല, 200 അല്ല, 2 ലക്ഷം അല്ല, 20,000 അല്ല, വെറും 2 രൂപ. കുറേ ലയബിലിറ്റീസ് വേറെയുണ്ട്. അന്നേരമാണ് ഞാൻ ഈ തീരുമാനമെടുക്കുന്നത്, എന്നാൽ പിന്നെ ജോലി റിസൈൻ ചെയ്യാം. കാരണം എനിക്ക് മനസ്സിലായി ഇത് കർത്താവിൻ്റെ ശബ്ദമാണ്. എന്നോട് ഒരു ദിവസം സംസാരിച്ചു. ഞാൻ ഒരു ദിവസം മുഴുവനും ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. എനിക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടി. ആ കൺഫർമേഷൻ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഇന്നത്തെക്കാളും വളരെ തീഷ്ണത അന്ന് എനിക്കുണ്ട് ദൈവശബ്ദത്തെ അനുസരിക്കുന്നതിന്, സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ഇന്ന് എനിക്കൊന്ന് കുറച്ച് ലോജിക്കൊക്കെ കയറിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ കയറിയിട്ടുണ്ടെന്ന് ചെറിയ സംശയമുണ്ട്. അന്ന് അതൊന്നുമില്ല. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണ്. ജോലി റിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ എവിടെ നിന്ന് ലഭിക്കും? ഞാൻ ജോലി റിസൈൻ ചെയ്താലും ഞങ്ങളുടെ കോളേജിൽ കോൺട്രാക്റ്റ് ഉണ്ട്. ഞാൻ 50,000 രൂപ കൊടുക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ്സ് കിട്ടത്തില്ല. അപ്പോൾ ജോലി റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. കാരണം സർട്ടിഫിക്കറ്റ്സ് കോളേജിൽ ഇരിക്കുന്നിടത്തോളം എനിക്ക് വേറെ സ്ഥലത്ത് പോയി ജോലിക്ക് പോലും കയറാൻ പറ്റത്തില്ല. 50,000 രൂപ കൊടുക്കണം. 2015 50,000 രൂപ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ തുകയാണ്. അപ്പോൾ അങ്ങനെ
ഒരു രാത്രിയിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നു. ഒരു രാത്രി ഒരു പകൽ കൂടെ ഞാൻ അറ്റസ്റ്റേഷന് വെയിറ്റ് ചെയ്തു. അടുത്ത പകൽ എനിക്ക് അറ്റസ്റ്റേഷൻ കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞത്തെ ദിവസം ഞാൻ ഞങ്ങളുടെ കോളേജിൻ്റെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള സോജി മാമിനൊരു മെയിൽ അയക്കുകയാണ്, ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ വെല്ലുവിളികളൊക്കെ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനമെടുത്തു. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഗോഡ് ബ്ലെസ് യു.